ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് ഉത്സവം ഇന്നാണ്. മകരസംക്രമ പൂജകൾക്ക് തുടക്കമായി. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം. 1 ലക്ഷത്തോളം പേരെങ്കിലും മകരവിളക്ക് ദർശനത്തിന് എത്തുമെന്നാണ് കണക്ക്. സന്നിധാനത്ത് നിന്ന് VS വിഷ്ണു ഉണ്ട്. VS വിഷ്ണു, മകരസംക്രമ പൂജ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവാഭരണ പേടകം എപ്പോഴായിരിക്കും സന്നിധാനത്തേക്ക് എത്തുക? നിലവിൽ തിരുവാഭരണ പേടകം എവിടെ എത്തി? എന്തായി മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ? പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ വൻ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുനിന്നും നിരവധി ഭക്തജനങ്ങളാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ച്, ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് മകരവിളക്ക് ദർശനം. ഇതിനായി രാവിലെ മുതൽ ഇന്നലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ ശബരിമലയിൽ തമ്പടിച്ചിരുന്നു. നിരവധി ഭക്തജനങ്ങളെ പോലീസ് നിയന്ത്രിക്കുന്ന അവസ്ഥ വരെയിൽ ഉണ്ടായി. അത്രയ്ക്ക് ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ സന്നിധാനത്ത് ഉച്ച നേരത്ത് പൂജാ വിധികളെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും നട തുറന്ന സാഹചര്യമാണുള്ളത്. അകത്ത് പൂജാകർമ്മങ്ങളെല്ലാം നടക്കുന്നു. മകര പൂജ പ്രത്യേക വഴിപാടോടുകൂടി ശബരിമല സന്നിധാനത്ത് പുരോഗമിക്കുന്നു. തന്ത്രി ഉൾപ്പെടെയുള്ളവർ അയ്യപ്പ സന്നിധിയിൽ ഉള്ളിൽ കയറി പൂജാ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ്. പ്രത്യേകിച്ചും മകരവിളക്കിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വൻ സുരക്ഷാ സന്നാഹം തന്നെ പോലീസ് ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നും സർക്കാരിന്റെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ വൻ സുരക്ഷാ ക്രമീകരണം മാത്രമല്ല, ഭക്തർക്ക് സുഗമമായി മകരജ്യോതി ദർശനം ലഭിക്കുവാൻ വേണ്ടി സെക്ടർ തിരിച്ച് ഉള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളും അതിന് മുൻപ് വർഷങ്ങളിലൊക്കെ തിരക്ക് കൂടി പലതരത്തിലുള്ള ആപഘട്ടങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഈ പ്രാവശ്യം സെക്ടർ തിരിച്ച് ദർശനം സൗകര്യം ഒരുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം നിരവധി ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ശബരിമല വിശ്വാസികൾ മകരജ്യോതി ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. അതിനെല്ലാം മുൻപ് ഇവിടേക്ക് തിരുവാഭരണം എത്തേണ്ടതുണ്ട്. ഭഗവാന് മണ്ഡലകാലത്ത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നെത്തുന്ന തങ്കയങ്കിയാണ് പ്രധാനമെങ്കിൽ ഈ മകരവിളക്കിന് പ്രധാനം പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ചേരേണ്ട തിരുവാഭരണമാണ്. ആ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനമായിരിക്കും ഈ ഇന്നത്തെ ദീപാരാധനയുടെ പ്രത്യേകത.